എക്സാലോജിക് ഇടപാടിൽ ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ CMRLന് ഹൈക്കോടതിയിൽ ഇടക്കാല ആശ്വാസം. അപ്പീലിൽ വിധി പറയുന്നതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഇഡിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ചയാണ് വിധി പറയുക. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, CMRL എക്സാലോജിക് ഇടപാടിലെ ഇഡി അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട അപ്പീലിൽ ഇന്ന് വിശദമായി തന്നെ ഡിവിഷൻ ബെഞ്ച് വാദം കേട്ടു. അത് CMRLനെയും CMRL ജീവനക്കാരെയും ഇഡിയുടെയും ഭാഗങ്ങളാണ് കേട്ടത്. CMRL വളരെ കൃത്യമായി പറഞ്ഞത് നേരത്തെ ഈ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇഡിക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ അധികാരപരിധി ഇല്ല. അതോടൊപ്പം തന്നെ ഒരു FIR ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇഡിക്ക് ഈ കേസ് ഏറ്റെടുക്കാനാകില്ല തുടങ്ങിയ സാങ്കേതികത്വമാണ് സിദ്ധാർത്ഥ ലൂത്ര നേരിട്ടെത്തി CMRLന് വേണ്ടി വ്യക്തമാക്കിയത്. ഇഡി ആകട്ടെ തങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. SFIയുടെ റിപ്പോർട്ട് മുൻപിലുണ്ട്. അതിൽ ചില ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് PMLA ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കുമെന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് PMLA ആക്ട് പ്രകാരം കേസെടുത്ത് PMLA ആക്ട് 50 പ്രകാരം ഈ സമൻസ് അയച്ചത്. അതിൽ അന്വേഷണ സ്വഭാവമുള്ളൊരു സമൻസാണ് അയച്ചത്. അതിനകത്ത് പ്രോസിക്യൂഷൻ സ്വഭാവമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വിശദമായ വാദം കേട്ട് കോടതി വെള്ളിയാഴ്ച വിധി പറയാം എന്ന നിലപാടിലേക്ക് പോവുകയാണ്. ആ ഘട്ടം വരെ, അതായത് വെള്ളിയാഴ്ച വരെ ഈ കേസിൽ തുടർ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി ഇഡിക്ക് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കേസ് വിധി പറയാൻ വെച്ചാൽ പിന്നീട് അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പക്ഷേ ഇത് രേഖാമൂലം തന്നെ കോടതി ഒരു ഉത്തരവായി തന്നെ, വേർഡിക്റ്റായി തന്നെ പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ CMRLനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസം എന്ന് വിലയിരുത്താം. എന്തായാലും വെള്ളിയാഴ്ചയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഉണ്ടാകുക. വെള്ളിയാഴ്ച കഴിഞ്ഞ് മാത്രമായിരിക്കും ഇഡി ഇനി ഈ കേസിൽ ആക്ട് ചെയ്യാൻ പോകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.